السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على من كان خلق القرآن وعلى آله وصحبه الفائزين برضا الله. ബഹുമാനരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രൗഢോജ്വലമായ 8ഓളം പ്രസംഗങ്ങൾക്ക് ശേഷം ഈ ഓഡിറ്റോറിയത്തിലെ അവസാനത്തെ പരിപാടിയാണ് ഇനി ഉള്ളത്. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയമനുസരിച്ച് ഒരു പ്രസംഗം എന്നതിനേക്കാളേറെ വായനയ്ക്ക് പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ വിവരണവും സിഹ്റും എന്നതാണ് വിഷയം. ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ സിഹ്റുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കുറേ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദി ആദർശത്തിലൂന്നിയ പ്രബോധന പ്രവർത്തനങ്ങളും പ്രമാണ വിധേയമായ സംസ്കരണ പ്രവർത്തനങ്ങളും ജനോപകാരപ്രദമായ നന്മകളുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം സൂചിപ്പിച്ചതുപോലെ തന്നെ തൗഹീദാണ് ഇതിൻ്റെ അടിത്തറ, ഇതിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ. തൗഹീദുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയമാണ് സിഹ്ർ എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായിട്ടായിരുന്നു ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് ഈ വിഷയത്തിൽ മറ്റ് പല വിഷയങ്ങളും എന്ന പോലെ തന്നെ ആദർശ അട്ടിമറി നടക്കുകയും പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും ആദർശവും എല്ലാം അട്ടിമറിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ പേരിലും തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടായത്. ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യമായി പറയാനുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളോട് അനുരാഗാത്മകമായ ഭ്രമമുണ്ടാവുകയോ അതിനെ അന്ധമായി അനുകരിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയല്ല ഇസ്ലാഹി പ്രസ്ഥാനം പുലർത്തിപ്പോരുന്നത്. എന്നാൽ അതേസമയം മുഹമ്മദ് അമാനി മൗലവിയെക്കുറിച്ച് അദ്ദേഹം എഴുതാത്തതും ഉദ്ദേശിക്കാത്തതുമായ കാര്യങ്ങൾ, അദ്ദേഹം എന്തൊരു ആദർശമായിരുന്നോ ഉയർത്തിപ്പിടിച്ചിരുന്നത്, ഏതൊരു ആശയമായിരുന്നോ ഈ ഖുർആൻ വിവർത്തനത്തിലൂടെ പ്രതിഫലിപ്പിച്ചത്, അതിനെതിരായിക്കൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത ഉയർന്നു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പഠനത്തിനും ഒരു ചർച്ചയ്ക്കും പ്രസക്തി ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ സിഹ്റുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നു, അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൊടുക്കുന്ന, പിൻബലം കൊടുക്കുന്ന കുറേ ഉദ്ധരണികളുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുമാറ് കുറേ പ്രചരണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചില പഠനങ്ങൾ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഈ വിഷയത്തിൽ കുറച്ച് ഉദ്ധരണികൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സിഹ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ആദർശ അട്ടിമറി നടത്തുന്ന ആളുകൾ, സഹോദരങ്ങൾ പ്രധാനമായും ഉന്നയിക്കാറുള്ള 1-2 പരാമർശങ്ങൾ, ഉദ്ധരണികളുണ്ട് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന്. അത് ഒന്ന് പ്രധാനമായും സൂറത്തുൽ ഫലക്കിൻ്റെ പരിഭാഷയിൽ നിന്നാണ് ഉദ്ധരിക്കാറുള്ളത്. ആ ഭാഗം ഞാനൊന്ന് ആദ്യമായി വായിക്കാം. സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനിനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് തുടർന്ന് അമാനി മൗലവി പറയുന്നത്, കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രങ്ങളെയും ആന്തരിന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹ്റുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹിർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹിറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ കബളിപ്പിച്ചേക്കും. ഈ വായന സിഹിറിനെ അനുകൂലിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് സഹോദരങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീർ ഉദ്ധരിച്ച് സൂറത്തുൽ ഫലക്കിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പ് വായിക്കുമ്പോൾ ഇവിടെ അവസാനിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോവാറില്ല. ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടടുത്ത വരി പറയുന്നത്, ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹിർ എന്നാണ്. അവിടെ അത് തീർന്നു. ആ പ്രചാരത്തിൻ്റെ എല്ലാ കാമ്പും ഒക്കെ അതിലവിടെ തീരുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സിഹിർ എന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അമാനി മൗലവി തന്നെ സൂറത്ത് ഷുറായിൻ്റെ 48-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, എന്തോ ചില രാസപ്രയോഗങ്ങളുടെയോ മറ്റോ സഹായത്താൽ
പൊതുജന സൃഷ്ടിയിൽ പാമ്പുകളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ജാലവിദ്യക്കാർ നടത്തിയ പ്രദർശനം പാടെ പരാജയപ്പെട്ടു. എന്താണെന്ന് കൃത്യമായും മാജിക്ക്. എന്തോ ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി അതിന്റെ പിന്നിലൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്, രാസപ്രവർത്തനം നടന്നിട്ടുണ്ട്. അമ്മാനി മൗലവി അതിൽ പറയാണ്, എന്തോ ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി, അല്ലാതെ ഇപ്പൊ പറയുന്നത് പോലെ കാര്യകാരണബന്ധം അവ്യക്തമായ രീതിയിൽ സംഭവിച്ചതൊന്നുമല്ല. കാര്യകാരണബന്ധം വ്യക്തമാണ്. എന്തോ ചില രാസപ്രവർത്തനങ്ങൾ കൊണ്ട് മാജിക്ക് നടത്തി. അത് മൂസാ നബിയുടെ വടിയായിരുന്ന ഭയങ്കരനായ ആ പെരുമ്പാമ്പ് അവയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അവർ പരാജയം സമ്മതിച്ചു. അത് ദൈവിക ദൃഷ്ടാന്തം തന്നെയാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോൾ അത് ദൈവിക ദൃഷ്ടാന്തമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത, യാഥാർത്ഥ്യമില്ലാത്ത, മിഥ്യയായ വെറും രാസപ്രയോഗങ്ങൾ കൊണ്ടോ ചെപ്പടി വിദ്യകൾ കൊണ്ടോ നടത്താവുന്ന മാജിക്ക് ആണ് മറ്റുള്ളവർ നടത്തിയത്. അതിൻ്റെ കാര്യകാരണ ബന്ധമുണ്ട് എന്നൊക്കെയാണ് അവിടെ വിശദീകരിക്കുന്നത്. അതാണ് ഇതിൽ പറഞ്ഞ ഈ ചില മാനസികമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, യാതൊരു ഫലവും പ്രതിഫലനവും സിഹിറിനില്ല എന്ന് പറയുന്നത് മുഅ്തസില വിഭാഗക്കാരുടെ വാദമാണെന്നൊക്കെ പറഞ്ഞ് അമാനി മൗലവി വിശദീകരിച്ചത് മാജിക്കിനെ കുറിച്ചാണ് എന്ന് വളരെ കൃത്യമായി അവിടെ പറയാണ്. അവിടെ തീർന്നിട്ടില്ല. സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ അത് തുടർന്ന് പറയുകയാണ്, വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹിർ കൊണ്ട് സാധ്യമല്ല. അമാനി മൗലവി പറയാം, വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹിർ കൊണ്ട് സാധ്യമല്ല. ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ സിഹിർ കാരണമാണെന്നത്ര ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കുമുണ്ടാക്കുക, ചില മനുഷ്യപിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവുമുള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ ചില നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായാവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടി വിദ്യ എന്നൊക്കെ പറയുന്നത് സിഹിറിന്റെ ഇനങ്ങളിൽ പെട്ടതത്ര. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലുള്ള കഴിവുകൾ സിഹിറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹിറിന്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിൽ ഒന്നും തന്നെ ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്ന ധാരണയും ശരിയല്ല. രണ്ടും വേർതിരിച്ച് തന്നെ പറയാം. സിഹിറിന്റെ എല്ലാ ഇനങ്ങളും പറഞ്ഞു, ചെപ്പടി വിദ്യ, കൺകെട്ട്, മാരണം, ആഭിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ എല്ലാ ഇനങ്ങൾക്കും ഒരു ഫലവുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ചില ഇനങ്ങൾക്കൊക്കെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, വിശ്വാസപരമായ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കഴിയും. ഈ പറയുന്നത് പോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സാഹിറുകൾ ചെയ്തത് അങ്ങനെയായിരുന്നു. വിശ്വാസപരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ, മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കാൻ മാജിക്കിനെ ഉപയോഗപ്പെടുത്തി. അതിന്റെ പേരും സിഹിർ എന്നായിരുന്നു. അതിനെയും ഈ വകുപ്പിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ എണ്ണി പറഞ്ഞത്. ആഭിചാരത്തിന്റെ കാര്യം, മാരണത്തിന്റെ കാര്യം, ആഭിചാരം, മാരണം, സിഹിർ, കൂടോത്രം എന്നൊക്കെ പറയുന്ന നമ്മൾ സാധാരണ ഇപ്പോൾ തർക്കത്തിലുള്ള, വിവാദത്തിലുള്ള, പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു, ഫലപ്പെടുത്തുന്നു എന്ന് പറയുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ജൂതൻ ചെയ്ത് ഫലപ്പെട്ടു എന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആ ഒരു സിഹിറിനെ കുറിച്ച്, ആ ഒരു മാരണത്തെക്കുറിച്ച് അതിനെ സ്ഥാപിക്കുന്ന, അതിനെ സമർത്ഥിക്കുന്ന ഒരു ഉദ്ധരണി പോലും അമാനി മൗലവിയുടെ തഫ്സീറിലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരികമായ ഏതെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിൽ പണ്ട് മുതൽക്കേ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖയിലോ നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ മറവിൽ ചില ആൾക്കാരൊക്കെ ചിലതൊക്കെ ഇറക്കുമതി ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഇതിങ്ങനെ വന്നു. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ഉദ്ധരണികളൊക്കെ ആവശ്യമായപ്പോൾ വാലും തലയും മുറിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം, ഇവര് പ്രചരിപ്പിക്കുന്ന ഈ ആളുകൾ പഠിപ്പിക്കുന്ന സിഹിറിനെ കുറിച്ച് അവർ പ്രത്യേകം പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി എന്തും സംഭവിക്കുന്ന, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി സംഭവിക്കുന്ന സംഗതിയാണ് സിഹിർ. എന്താ സംഭവിച്ചൂടെ എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത് അമ്മാനി മൗലവി പറയാണ്, വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹിർ കൊണ്ട് സാധ്യമല്ല. അതുപോലെ തന്നെ കല്ല് സ്വർണമാക്കി മാറ്റുക, മനുഷ്യനെ മൃഗമാക്കി മാറ്റുക പോലുള്ള കഴിവുകൾ സിഹിറിനുണ്ടെന്ന് ധാരണ ശരിയല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇതിനോട് സംഭവിക്കൂലേ? അപ്പൊ ഇവര് പറയുന്ന സംഗതി അല്ല ഇത് അമാനി മൗലവി ഇവിടെ ഉദ്ധരിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ഇനി ഇവർ ഈ കാര്യത്തിൽ പിന്നീട് ഉന്നയിക്കാറുള്ള ഒരു വലിയ തെളിവാണ് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിലെ അമാനി മൗലവിയുടെ വിശദീകരണം. അത് ഞാനൊന്ന് വായിക്കാം.
ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹിർ. കാര്യകാരണബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയാം. ഇവിടെ എണ്ണി പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഹിറിന്റെ ഇനങ്ങൾ. അതില് താൽക്കാലികമായ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചപ്പടി വിദ്യ പോലുള്ള താൽക്കാലികമായി ഫലം തോന്നിപ്പിക്കുന്ന സംഗതികളുണ്ട്. ഒരിക്കലും പ്രതിഫലനം ഉണ്ടാകാത്തതുണ്ട്. ആഭിചാരം പോലെ ഒരിക്കലും ഉണ്ടാവാത്തതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയുന്നവർ. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാ ഉപായകൃത്യങ്ങൾക്കും എന്നാണ്. സർക്കുലറൊക്കെ വരുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനല്ല. പ്രയാസമായ, മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ആ മജീഷ്യന്മാര് ആ ഇതില് കയറിന് ഇട്ടപ്പോ അതില് രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു അമാനി മൗലവി തന്നെ പറയുന്നത്. അതിന്റെ കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. അത് മനസ്സിലാകും കൂടുതൽ അത് അന്വേഷിക്കുമ്പോൾ. പ്രയാസമുള്ള സംഗതികളെയാണ് അദ്ദേഹം സിഹിർ എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തുടർന്ന് പറയുന്നത്, സിഹിറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്ക് നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, ത്വൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, മരണമടഞ്ഞവർ, നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകളെ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിന്റെ ലക്ഷ്യങ്ങൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. സിഹിറിന്റെ ഫലങ്ങൾ എന്നല്ല. ഈ ആൾക്കാർ പ്രചരിപ്പിക്കുമ്പോൾ സിഹിറിന്റെ ഫലങ്ങളായിട്ടാണ് ഇതൊക്കെ എണ്ണി പറയാറുള്ളത്. സിഹിർ ചെയ്യുന്ന ആൾക്കാർ ലക്ഷ്യമാക്കുന്നത് ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന രീതി അദൃശ്യ മാർഗത്തിലൂടെ ഫലം കാംക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്ന രീതിയിൽ ഈ ആളുകളും പറയും. ഈ ആൾക്കാരും ഇത് വിശദീകരിക്കുന്ന സമയത്ത് ശിർക്ക് ചെയ്യാതെ ഒരാൾക്ക് സിഹിർ ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറയാറുണ്ട്. സിഹിർ എന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ശിർക്ക് ചെയ്യാതെ മുശ്രിക്കാവാതെ ഒരാൾക്ക് സിഹിർ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഹീദിൽ ഊന്നിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ ആദർശത്തിന്റെ ആണിക്കല്ല് തന്നെ തൗഹീദാണ്. നമുക്കതിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നുമുണ്ട്. ശിർക്കിന് യാതൊരു ഫലവുമില്ല എന്ന് സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിരവധി തെളിവുകളാണ് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. ശിർക്കിന് യാതൊരു ഫലവുമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശിർക്കിന് ഫലമില്ല എന്ന വിശ്വാസം, ശിർക്കിന് ഫലമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അതും ശിർക്കാണ്. അതുപോലെ തന്നെ സിഹിർ എന്നാൽ ശിർക്കാണ്. ശിർക്ക് ചെയ്യാതെ ഒരാൾക്ക് സിഹിർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ ഭാഗം കൂടെ വളരെ ക്ലിയർ ആവുന്നുണ്ട്. സിഹിർ ഫലിക്കും എന്ന വിശ്വാസത്തിൽ, സിഹിർ ഫലിച്ചു എന്ന് പറഞ്ഞാൽ ശിർക്ക് ഫലിച്ചു എന്നാ വരിക. അപ്പൊ സിഹിർ ഫലിക്കും എന്ന വിശ്വാസത്തിൽ ശിർക്ക് ഫലിക്കും എന്ന വിശ്വാസത്തെ പോലെ തന്നെ ശിർക്ക് കലർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്ത് അതെന്തോ ആരോ ആദ്യമായി പറഞ്ഞ വാദമായിട്ട് ചിത്രീകരിക്കുകയും അതെവിടെങ്കിലും അറബിയിൽ എഴുതിയത് കൊണ്ടുവരാൻ പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ രസകരമായ അല്ലെങ്കിൽ ദയനീയമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പൊ ഇതിൽ അമാനി മൗലവി തുടർന്ന് പറയുകയാണ്, മിക്കവാറും ഇനങ്ങൾ, ഇതിന്റെ ഈ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ട്, മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതുമായിരിക്കും. നമ്മൾ പറഞ്ഞു മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അനുഭവങ്ങൾ പ്രകടമാക്കുന്നതും ഏതാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചിലതൊന്നും യാതൊരു ഫലവും ഉണ്ടാത്തതും യാഥാർത്ഥ്യമില്ലാത്തതുമാണെന്ന് പറഞ്ഞു. അത് അമാനി മൗലവി തന്നെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്ത് നിസായിൽ 51-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നന്മയുമില്ലാത്ത, മിഥ്യയായത്, ഒന്നിനും കൊള്ളാത്തത്, ദുഷ്ടമായത്, ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബ്ത്ത്. സിഹിർ, ആഭിചാരം, ആഭിചാരി, പ്രശ്നം നോക്കൽ, പ്രശ്നക്കാരൻ, വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബ്ത്ത് എന്ന് പറയാറുണ്ട്. ആഭിചാരം എന്നാല് യാതൊരു ഫലവുമില്ലാത്തതും യാഥാർത്ഥ്യമില്ലാത്തതും മിഥ്യയായതും എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞു കഴിഞ്ഞു.
ഇനി അമ്മാനി മൗലവി ഈ വിഷയത്തിൽ കുറേ പറയാനുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെച്ച സമയത്തിനുള്ളിൽ ഒതുക്കാവുന്ന അത്ര അല്ല അമ്മാനി മൗലവി സീറിന്. കാരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ സീറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഇഷ്ടം പോലെ ആയത്തുകളുള്ളതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ സമ്പൂർണ്ണ വിവരണം എഴുതി തയ്യാറാക്കുമ്പോൾ ആ വിഷയത്തിലൊക്കെ അമ്മാനി മൗലവി എഴുതിയത് നമ്മൾ വായിക്കേണ്ടി വരും. പക്ഷെ അത്രയൊന്നും നമുക്ക് വായിക്കാൻ ഇവിടെ സമയം അനുവദിക്കുന്നില്ല. സൂറത്ത് ത്വാഹയിലെ 65-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ വളരെ വ്യക്തമായി അമ്മാനി മൗലവി എഴുതിയ ഒരു ഭാഗം ഞാൻ വായിക്കാം. ജാലവിദ്യ കേവലം ഒരു പകിട്ട് മാത്രമാണ്. ഇതിലെ പല ഭാഗത്തും സിഹിർ എന്നതിന് അമ്മാനി മൗലവി ജാലവിദ്യ എന്ന് തന്നെയാണ് പ്രയോഗിക്കുന്നത് കേട്ടോ. വളരെ കൂടുതൽ സ്ഥലങ്ങളിലും ജാലവിദ്യ എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആഭിചാരം എന്ന് അപൂർവം ചില സ്ഥലങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ. ജാലവിദ്യ കേവലം ഒരു പകിട്ട് മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യം ഒന്നുമില്ല എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. ജാലവിദ്യ എന്നത് ഒരു തരം അസാധാരണ കഴിവാണെന്ന ഒരു ധാരണയും വിശ്വാസവും ജനമധ്യത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ പല നാശങ്ങളും സമുദായ മധ്യേ നടമാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ വസ്തുത തുറന്നു പ്രഖ്യാപിച്ചിട്ട് 14 നൂറ്റാണ്ടായി. വിശുദ്ധ ഖുർആൻ ഇതില് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ അസാധാരണമായൊരു കഴിവ്, വിശ്വാസവും അസാധാരണമായ കഴിവാണെന്ന ഒരു ധാരണയും വിശ്വാസവും ജനമധ്യ കടന്നുകൂടിയിട്ട് ഈ 14 നൂറ്റാണ്ടായി. ഇനിയും മുസ്ലിങ്ങൾ പലരും ഈ പരമാർത്ഥം മനസ്സിലാക്കാത്തത് അത്ഭുതം തന്നെ. സിഹിർ എന്ന വാക്കിനാണ് ജാലവിദ്യ എന്ന അർത്ഥം കൽപ്പിച്ചത്. അതും കൂടി വിശദീകരിക്കണം അമ്മാനി മൗലവി. ആദ്യം ജാലവിദ്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് സിഹിർ എന്ന വാക്കിനാണ് ജാലവിദ്യ എന്ന അർത്ഥം കൽപ്പിച്ചത്. ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചെപ്പടി വിദ്യ, കൺകെട്ട് വിദ്യ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അതിന് വരാവുന്നതാണ്. ആകർഷണം, മാരണം, മന്ത്രവാദം, വശ്യശക്തി ആദിയായ അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായകൃത്യങ്ങൾക്കാണ് പൊതുവിൽ സിഹിർ എന്ന് പറയുന്നത്. ഇസ്മിന്റെ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദങ്ങളും സിഹിറിന്റെ ഇനത്തിൽ ഉൾപ്പെട്ടതായാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ ഏത് സിഹിറും വിജയിക്കുകയില്ലെന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് ശരിക്കും അറിയാവുന്നതാണ്. എങ്കിലും പൊതുജനങ്ങൾ അത് കണ്ട് വഞ്ചിതരായി പോകുമോ എന്ന് അദ്ദേഹത്തിന് ആശങ്കയ്ക്ക് അവകാശമുണ്ടല്ലോ. വളരെ കൃത്യമായി പറയാണ്, 14 നൂറ്റാണ്ട് മുമ്പ് ഈ സിഹിറിന് യാഥാർത്ഥ്യമില്ല, ഇത് തട്ടിപ്പാണ്, അതുപോലെ തന്നെ ഇതില് പേടിക്കേണ്ടതായി ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടും ആളുകൾ ഇപ്പോഴും അതിൽ പേടിച്ച് നടക്കുകയാണ് എന്നാണ് അമ്മാനി മൗലവി ഈ സൂറത്ത് ത്വാഹയുടെ 65-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ പറയുന്നത്. ഇനി മൂസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് പോകാമെന്ന് വിചാരിക്കുന്നത്. സൂറത്ത് യൂനിസില് 77-ാമത്തെ ആയത്ത് ഖാല മൂസ അത്തഖൂലൂന ലിൽ ഹഖ് തുടങ്ങുന്ന ആയത്തിന്റെ അർത്ഥം അമ്മാനി മൗലവി എഴുതിയപ്പോൾ മൂസ പറഞ്ഞു, നിങ്ങൾക്ക് യഥാർത്ഥം വന്നപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ജാലമെന്ന് സിഹിർ എന്ന് പറയുകയാണോ? രണ്ടും രണ്ടാക്കിയിട്ടാണ്. യഥാർത്ഥം സിഹിർ, ഇപ്പൊ യഥാർത്ഥമില്ലാത്തതാണ് സിഹിർ എന്ന് ഈ ആയത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. അതിനെ മലയാളത്തിൽ എഴുതിയപ്പോഴും അമ്മാനി മൗലവി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് യഥാർത്ഥം വന്നപ്പോ അതിനെക്കുറിച്ച് നിങ്ങൾ ജാലമെന്ന് പറയുകയാണോ? ജാലവിദ്യയാണോ ഇത്? വലാ യുഫ്ലിഹു സായിറൂൻ, ജാലവിദ്യക്കാർ വിജയം പ്രാപിക്കുകയില്ല തന്നെ. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജാലവിദ്യക്കാർ വിജയം പ്രാപിക്കില്ല. പക്ഷേ ലബീദ് ബിൻ അസ്സം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മതത്തിന്റെ ബാനറിലുള്ള വേദികൾ ചെലവഴിക്കുന്നവരാണ് പല സഹോദരങ്ങളും എന്നത് വളരെ ഖേദകരമാണ്. ജാലവിദ്യക്കാർ തങ്ങളുടെ സാമഗ്രികൾ നിലത്തിട്ടപ്പോൾ അവ ജനദൃഷ്ടിയിൽ പാമ്പുകളായി തോന്നി. മൂസാ അലൈഹി സ്വലാം വടിയിട്ടപ്പോൾ അതൊരു യഥാർത്ഥ സർപ്പമായി മാറുകയും അവയെ വിഴുങ്ങുകയും ചെയ്തു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ അമ്മാനി മൗലവി എഴുതിയിട്ടുള്ളത്. രണ്ടും രണ്ടായിട്ട് തന്നെ അത് അങ്ങനെ തോന്നി. മൂസാ അലൈഹി സ്വലാം വടിയിട്ടപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ അത് സിഹിറല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നത്തെ സായറുകൾക്കുണ്ടായിരുന്നു, അന്നത്തെ സായർമാർക്കുണ്ടായിരുന്നു, ആ വടിയിട്ട ആളുകൾക്കുണ്ടായിരുന്നു. അവരതാ അവിടുത്തെ കാര്യം മനസ്സിലാക്കുകയും അവര് മതം സ്വീകരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എന്നാൽ അതേസമയം ഇതിന് യഥാർത്ഥ സംഭവിക്കുന്നതാണ് സിഹിർ, സിഹിറിന് യഥാർത്ഥ ഫലമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സൂറത്ത് അഹ്റാഫിലെ 119-ാമത്തെ ആയത്തില് അമ്മാനി മൗലവി കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പ്. മൂസാ അലൈഹി സ്വലാം വടി നിരത്തിട്ടത് അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ചാണെന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുന്നത് അള്ളാഹുവാണെന്നും അതിൽ നബിമാർക്കോ മറ്റോ തങ്ങളുടെ കഴിവൊന്നും പ്രയോഗിക്കാനില്ലെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ജാലവിദ്യക്കാരുടെ സാമഗ്രികൾ പാമ്പുകളാണെന്ന് ജനങ്ങൾക്ക് തോന്നിയതല്ലാതെ യഥാർത്ഥത്തിൽ അവർക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മൂസാ അലൈഹി സ്വലാമിന്റെ വടിയാകട്ടെ യഥാർത്ഥ സർപ്പം തന്നെയാണ് താനും.
ആ കൃത്രിമ പാമ്പുകളെല്ലാം ആ സർപ്പം വിഴുങ്ങുകയായി. അത് കണ്ടപ്പോൾ ജാലവിദ്യക്കാർക്ക് കാര്യം മനസ്സിലായി. ഏത് കാര്യം മനസ്സിലായി? അത് സിഹിറല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇത് ദൃഷ്ടാന്തമാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് പറയുന്നത്. ഇനി സൂറത്ത് ത്വാഹയിൽ 133 ആയത്തിന് അമാനി മൗലവി നൽകിയിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ ഒരു ഭാഗം, സത്യാന്വേഷണവും നിഷ്പക്ഷ ഹൃദയവുമുള്ള ഏതൊരുവനും വിശ്വസിക്കത്തക്കവണ്ണം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടാലും അവർ ആഭിചാരമാണ്, ജാലവിദ്യയാണ് എന്നും മറ്റും പറഞ്ഞു തള്ളുക അവരുടെ പതിവത്ര. പറഞ്ഞു തള്ളാൻ ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു ജാലവിദ്യയാണ്, ആഭിചാരമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു കൊള്ളാനാണ് ഉപയോഗിക്കുന്നത് പലരും. ഇത് തള്ളാനാണ്. തള്ളുന്നത് എന്തിനാണ്? ഇത് യഥാർത്ഥമില്ല, തട്ടിപ്പാണ്, ഞങ്ങളെ കളിപ്പിക്കുകയാണ് എന്ന് പറയാനാണ് ഇത് ഉപയോഗിച്ചത്. അപ്പോൾ അന്ന് പ്രവാചകന്മാർ ഓരോരുത്തരും അവരുടെ ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ സമുദായം ഓരോരുത്തരും പറഞ്ഞ ഇത് സിഹറല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് എന്താ? ഇതിന് ഫലമില്ല, ഇത് തട്ടിപ്പാണെന്ന് പറയാനാ. ഇപ്പൊ ഫലമുണ്ട്, തട്ടിപ്പല്ല എന്ന് പറയാനാണ് പലരും ഇതൊക്കെ ഉദ്ധരിക്കുന്നത്. ഈ അമാനി മൗലിയുടെ തഫ്സീറൊക്കെ പലരും തെളിവാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്ത് ഹിജ്റിലെ 14 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അതുപോലെ തന്നെ അമാനി മൗലി പറയുന്നത്, ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തം എന്ന നിലയ്ക്ക് ആകാശത്തിലേക്ക് ഒരു മാർഗം അവർക്ക് തുറന്നു കൊടുത്തു. അവർക്ക് അതിലൂടെ മേൽപോട്ട് കയറിപ്പോകുകയാണെന്ന് വെക്കുക. എന്നാൽ പോലും അവർ ഇതൊന്നും യഥാർത്ഥമല്ല, എന്തോ മാരണത്തിലും ചപ്പടി വിദ്യയിലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ് എന്നേ പറയൂ. അപ്പോഴും യഥാർത്ഥത്തിന്റെ വിപരീതമായിട്ടാണ് അവിടെ സിഹിറിനെ എണ്ണുന്നത്. ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകാനുള്ളൊരു സൗകര്യം കിട്ടിയാൽ പോലും ഇതൊന്നും യഥാർത്ഥമല്ല, സിഹിറാണെന്ന് പറയുന്ന. സിഹിറിന് ഏതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇതൊക്കെ. സൂറത്ത് തൂറിലെ 13, 14, 15 ആയത്തുകൾ നമുക്കറിയാം. നരകത്തിലേക്ക് കുറ്റവാളികളെ പിടിച്ചു തള്ളുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. അവിടെ 15 ആയത്തിൽ പറയുന്നുണ്ട്, അവർ ചോദിക്കപ്പെടുന്നത് അഫ സിഹിറുനാദ അം അൻതുല്ലാ തുബ്സിറൂൻ, ഇത് സിഹിറാണോ അതല്ല യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഇത് സിഹിറാണോ? അപ്പൊ എന്താ? സിഹിറല്ല. സിഹിറാണെങ്കിൽ ഇതെന്താ യാഥാർത്ഥ്യമല്ലാതാവും? വളരെ പടച്ചവന്റെ ചോദ്യം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇത് ജാലമാണോ അതല്ല നിങ്ങൾ കാണുന്നുണ്ടോ എന്നാ. ഇതിന് അമാനി മൗലവി നൽകിയ വിശദീകരണം ഒരൊറ്റ വരിക, യാതൊരു വിവരണവും കൂടാതെ തന്നെ ആശയം വ്യക്തമാണ്. മനസ്സിലാക്കാവുന്ന, ബുദ്ധി ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ എതിരാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്നത് മതത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെടാത്ത ഒരു ജനവിഭാഗത്തിന് ഇത് മനസ്സിലാക്കാൻ ഇത് വളരെ ധാരാളമാണ്. പരലോകത്ത് വെച്ച് നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ നരകം കാണുന്ന സമയത്ത് ഇത് സിഹിറാണോ അതല്ല നിങ്ങൾ നേരിൽ യഥാർത്ഥമാണെന്ന് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം സിഹിർ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല, യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളതാണല്ലോ. സൂറത്ത് ത്വാഹയിലെ 69 വചനത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ ഇതുപോലെ തന്നെ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി നിലത്തിട്ട് ഇടേണ്ട താമസം അതാ അവർ ആ ജാലവിദ്യക്കാർ ജനങ്ങളെ പകിട്ടാക്കി കാണിച്ച വ്യാജ പാമ്പുകൾ അത് വിഴുങ്ങിക്കളഞ്ഞു. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചത് ജാലമോ കപടമോ അല്ലെന്ന് അദൃശ്യമായ ഒരു ദിവ്യഹസ്തത്തിന്റെ പ്രവർത്തനമാണെന്ന് ആ ജാലവിദഗ്ധന്മാർക്ക് ബോധ്യമായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് യഥാർത്ഥമായി സംഭവിച്ചപ്പോൾ ഇത് സിഹിറല്ല എന്നവർക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആളുകൾക്കിടയിൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം വളരെ വിഷമകരമായൊരു സംഗതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്റ്റേജും പേജുകളൊക്കെ ചെലവഴിക്കുകയും ഊർജം ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ദയനീയമായ നമ്മളൊക്കെ പലപ്പോഴും ചില അമുസ്ലിം സുഹൃത്തുക്കൾ തന്നെ ചോദിക്കാറുണ്ട്, ഞങ്ങളൊക്കെ ആചാര്യന്മാർക്ക് നേതാക്കന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടായാൽ അത് മറച്ചു വെക്കുന്നതിലാണ് മഹത്വം. നിങ്ങളെ ഒരു പ്രവാചകൻ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുന്നത് ഇത്ര പരസ്യമായി അഭിമാനത്തോടെ വേദികെട്ടി പറയുന്നത് ലോകത്തൊരു പക്ഷേ അപൂർവമായ സംഭവമായിരിക്കുന്ന പറയാറ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കും മറുപടി അമാനി മൗലവി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിലെ 48 വചനത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കുകൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് രഹസ്യമായി ചെവിയോർത്തുകൊണ്ടിരിക്കും. കാര്യം ഗ്രഹിക്കാനോ സത്യം മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല, പരിഹാസത്തിനും നിഷേധത്തിനും വല്ല മാർഗം കണ്ടെത്തുവാൻ വേണ്ടി മാത്രം. പിന്നീട് ഇവൻ ആരോ മാരണം ചെയ്തിരിക്കുകയാണ്, ഇവന്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു, ഇവനെ പിൻപറ്റുന്നതിന്റെ അർത്ഥം ഭ്രാന്തനെ പിൻപറ്റുക എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും. അവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങളും അതിന് അവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുമൊക്കെ
അള്ളാഹുവിന് നന്നായി അറിയാം എന്നത്രേ ആദ്യ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വചനത്തിലാണ് അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. വഴിപിഴച്ചു പോയതാരാ? നബിയെക്കുറിച്ച് മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി. ഒന്നാമത് തന്നെ അമാനിമൂലിയോടെ പറഞ്ഞത് മാരണം ബാധിച്ചവനാ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ബാധിച്ചു എന്ന് പറയാൻ വേണ്ടി നമ്മൾ വളരെയധികം വിയർപ്പൊഴുക്കി ആളുകൾ അധ്വാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്ത് അഹ്റാഫില് 195 ആയത്തിൽ വളരെ വിശദമായിട്ട് ഇതുപോലെ തന്നെ കുലിദു ശുറക്കാക്കും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ എന്ന് പറഞ്ഞിട്ടുള്ള അവസാനിക്കുന്ന അവസാന ഭാഗം, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുവിൻ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുവിൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒഴിവ് നൽകേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയാണ്, നബിയെ പറയുക, നിങ്ങൾ നിങ്ങളെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ആരെ വേണമെങ്കിലും വിളിച്ചോളൂ, എന്നിട്ട് എനിക്ക് നേരെ കുതന്ത്രം പ്രയോഗിച്ചോളൂ, എനിക്ക് ഇട തരേണ്ടതില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാണ്. നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ഒത്തൊരുമിച്ച് യാതൊരു വിട്ടുവീഴ്ചയും എനിക്ക് തരാത്ത വിധം എനിക്കെതിരായി എന്ത് തന്ത്രങ്ങൾ തന്നെ പ്രയോഗിച്ചാലും ഞാൻ അതിന് ഒരു നിലയും വിലയും കൽപ്പിക്കുന്നില്ല എന്നാ. അങ്ങനെ സംഭവിക്കൂല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി തന്നെ പറയുന്നത്. എന്നിട്ടാണ് പിശാചിന്റെ സഹായത്തോടു കൂടി ലബീദ് ബിൻ അസ്സം ഇങ്ങനെ കുറെ മുടിയും ചീർപ്പും ഈത്തപ്പനയുടെ കൂമ്പാളയൊക്കെ വെച്ചിട്ട് നബിയൊന്നും അറിയാതെ മദീനയുടെ ഏതോ ഒരു മൂലക്കൽ ദർവാൻ എന്നൊരു കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതിൽ പ്രീതിപ്പെട്ട് പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധി നിലവാരത്തെ അങ്ങനെ തകരാറിലാക്കുകയും നബി ഇങ്ങനെ ദിവസങ്ങളോളോ മാസങ്ങളോളോ ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ചെയ്ത കാര്യം ചെയ്തില്ല എന്ന് വിചാരിച്ച്, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? ഇങ്ങനൊരു അവസ്ഥ പ്രവാചകന് വരുന്നു. അതാണ് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പം ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പലയിടത്തും വിശദീകരിക്കുന്ന 6 മാസം എന്നൊക്കെയാണ്. ഇനി ദിവസങ്ങളാണെങ്കിൽ പോലും, ഒരു മണിക്കൂറാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്, ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് തോന്നുകയും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നുകയും ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിശാചിനെ അങ്ങനെ സ്വാധീനിക്കാനോ പിശാചിനെ അങ്ങനെ ഉപദ്രവിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധി നിലവാരത്തെയോ ശരീര അവസ്ഥയെയോ അപകടപ്പെടുത്താനോ തകരാറിലാക്കാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെ വെല്ലുവിളിക്കാനുള്ള ആഹ്വാനം, ഇങ്ങനെയുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സൂറത്ത് മാഇദയിൽ അള്ളാഹു യഅ്സിമുക മിനന്നാസ് പ്രബോധന ദൗത്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട്, പ്രബോധന ദൗത്യത്തിന് തടസ്സമാകുന്ന വിധത്തിൽ ഉള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യരിൽ നിന്ന് നിന്നെ കാത്തു രക്ഷിക്കുന്നതാണ് എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അതിനുശേഷം അമാനി മൗലവി വ്യാഖ്യാനക്കുറിപ്പായിട്ട് എഴുതിയിട്ടുള്ളത്, ആരുടെ എതിർപ്പും ശത്രുതയും ഭയപ്പെടേണ്ടതില്ല, ജനങ്ങളിൽ നിന്നുണ്ടായേക്കാവുന്ന ആപത്തുകളെല്ലാം ഞാൻ കാത്തുകൊള്ളാം എന്ന് അതോടൊപ്പം തന്നെ ഏറ്റുപറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആരുടെയും ഉപദ്രവങ്ങളെ പ്രത്യേകിച്ചും പ്രബോധന ദൗത്യത്തിന് തടസ്സമാവുന്ന വിധത്തിൽ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്, നിന്റെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടത് നീ എത്തിച്ചു കൊടുക്കുക, നീ പ്രബോധനം ചെയ്യുക, നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ദൗത്യം നീ എത്തിച്ചു കൊടുത്തില്ല. പ്രവാചക ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഈ ആളുകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് നിന്നെ ഞാൻ കാത്തു രക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രബോധന ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഉപദ്രവം പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെയോ ശത്രുക്കൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ അമാനി മൗലവിയുടെ തഫ്സീറിൽ വളരെയധികം സ്ഥലങ്ങളിൽ സൂറത്തുൽ കലമിന്റെ 2-ാമത്തെ ആയത്തിൽ മാ അൻത ബി നിഅമത്തി റബ്ബിക ബി മജ്നൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനക്കുറിപ്പിലും അതുപോലെ തന്നെ അമാനി മൗലവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പറ്റി മുശ്രിക്കുകൾ പല ആരോപണങ്ങളും പുറപ്പെടുവിക്കാറുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ചിലതാണ് ഭ്രാന്തനെന്നും ജിന്നിന്റെ ബാധയേറ്റവനെന്നും മറ്റും. ഈ ആരോപണത്തെ അള്ളാഹു ഗണ്ണിക്കുന്നു. ഇത് പിശാച് ബാധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു പ്രയാസം, ബുദ്ധി നിലവാരത്തിന് പ്രയാസമുണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ പടച്ചവൻ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്.
ഈ ഒരു വിഷയത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഈ നാളിതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ ആരാണ് വെള്ളം ചേർത്തത്, ആരാണ് പഴയകാല ആദർശങ്ങൾ പുലർത്തിപ്പോരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ഈ വൈകിയ വേളയിൽ വിശദീകരിച്ച് സമയം അധികം എടുക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിലകൊള്ളാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.